ഫ്രണ്ട്സ്, കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഡിപ്ലോമ, ഗ്രാജുവേഷൻ അങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെച്ചാൽ റീസെൻ്റ് ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി കാണാൻ പറ്റും കേട്ടോ. ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വരാം. 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നോട്ടിഫിക്കേഷൻ നമ്പർ 1, ഇത് നോട്ടിഫിക്കേഷൻ നമ്പർ 2, 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആദ്യം ഞാൻ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ പറയാം. ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 21/5/2025 ഇതിലേക്ക് പ്രൊജക്ട് കൺസൾട്ടൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, ഗ്രീൻ പ്രൊജക്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കോൺട്രാക്ട് ബേസിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൊജക്ട് കൺസൾട്ടൻസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ ഒരു വേക്കൻസിയാണ്, ജനറൽ ആണ്, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 55 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 55,000 പെർ മന്ത് സാലറി ആയിട്ട് ലഭിക്കും. 3 വർഷത്തേക്കാണ് നിയമനം. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വേണ്ട നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ഡിഗ്രിയാണ്, 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്, ജനറൽ ആണ്, 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 40,000 ആണ് സാലറി വരുന്നത്. 1 വർഷത്തേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്കും അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. എന്നാൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ വരാം. ഇതാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. ഇത് വന്നിരിക്കുന്നത് 21/5/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിൽ വരുന്നതിന് മുൻപ് നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എയർപോർട്ട് ജോബ്സ് അല്ലെങ്കിൽ ഹോട്ടൽ ജോബ്സ് അല്ലെങ്കിൽ മറ്റു പ്രൈവറ്റ് ജോബ്സ്, അതായത് IT ഫീൽഡിലുള്ള ജോബ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലയിലുള്ള ജോബ്സും, അതായത് പെർമനൻറ്റ് വാക്കൻസീസും, അതായത് പ്രൈവറ്റ് ജോബ്സ് ആണ് പ്രധാനമായിട്ടും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ജോബ്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ ജോബ് ഫെയറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന ലിസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു വെബ്സൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് GOC Lejuland ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ അതിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ GOC Lejuland ആപ്പ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫോൾഡർ വൈസ്, അതിപ്പോൾ മെയ് മന്തിലെ ജോബ് ലിസ്റ്റ് ചെയ്ത് അതിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഡയറക്റ്റ് PDF ആണ് നിങ്ങൾക്ക് ലഭിക്കുക, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ലിങ്ക് കാര്യങ്ങളും അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ നോട്ടിഫിക്കേഷനിലേക്ക് തന്നെ വരാം. ഇവിടെ കാണാം നിങ്ങൾക്ക് IT ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്, കോൺട്രാക്ട് ബേസിലാണ്, 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ എല്ലാവിധ കാറ്റഗറി, അതായത് ഫ്രഷേഴ്സിനുള്ളത് ഇടുന്നുണ്ട്, എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഈവൻ ഒരു വേക്കൻസി ആണെങ്കിൽ നമ്മളത് അധികവും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ മാത്രമേ, ചിലപ്പോൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ വേറെ ആയിരിക്കാം. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 വേക്കൻസിയാണ്, 2 ജനറലാണ്. ഏത് കാറ്റഗറിക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60,000 പെർ മന്ത് സാലറി ഉണ്ട്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 ഇയർ ആണ് ഇതിൻ്റെ ആ ഒരു കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത്. BR BTech നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ BR BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി PG ഉള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയോ നിങ്ങൾക്ക് PG ഉള്ളവരാണെങ്കിൽ, അതായത് MSCയോ MCO ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ്. ഈ പറയുന്ന 2 നോട്ടിഫിക്കേഷൻ പ്രകാരവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 22/6 അതായത് ജൂൺ 22 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മേ ബി ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അത് അവർ തീരുമാനിക്കും. നമ്പർ ഓഫ് അപേക്ഷ അതൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ അത് ആ ഒരു ടെസ്റ്റ് നടത്തണോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കും, നിങ്ങളുടെ എക്സ്പീരിയൻസ് നോക്കും. ആ ഒരു എക്സ്പീരിയൻസ് പീരീഡ് എത്ര, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസിൽ കുറച്ചും കൂടെ പ്രിഫറൻസ് കൊടുക്കും. അത് മാത്രമല്ല പിന്നെ നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ അച്ചീവ്മെൻറ്റോ എന്തെങ്കിലും സൈഡിക് കോഴ്സോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇതിലേക്ക് കുറച്ചും കൂടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മുൻഗണന. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു സാധ്യത. ഇനി അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഇമെയിൽ വഴിയായിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇമെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷൻ പ്രകാരം എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒഫീഷ്യൽ പേജ് വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. ഇവിടെ കയറിയാൽ നിങ്ങൾക്ക് നമ്മുടെ ജോബ് അപ്ഡേറ്റ്സിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ ഇവിടെ ഡയറക്റ്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസി ടൂളിൻ്റെ അടുത്തായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ജോബ്സ് കേരള ജോബ്സ് എന്നുകൊണ്ട് കാണാം. നിങ്ങൾക്ക് കേരള ജോബ്സിൽ കാണാം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, താഴോട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. അവിടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളടത്ത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കുക.
അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ആ ഒരു കരിയർ പേജിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു പോസ്റ്റും പാടുണ്ട്, ചീഫ് അക്കൗണ്ടന്റ്. ഇതിലേക്ക് CA ഒക്കെ ആണ്, പിന്നെ 12 വർഷമൊക്കെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് കാണിക്കാത്തത്. വേണമെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ IT ഓഫീസർ ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഈ പറയുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.